പൊട്ടൻകാട് സർവീസ് ബാങ്കിനെതിരെ ജീവനക്കാരി അപവാദ പ്രചരണം നടത്തുന്നതായി ഭരണസമിതി അംഗങ്ങൾ. ജീവനക്കാരിയുടെ കുപ്രചരണങ്ങൾക്കെതിരെ ഭരണസമിതി അംഗങ്ങൾ രംഗത്തെത്തി. ബാങ്കിന്റെ കൊച്ചുപ്പ് ശാഖയിലെ മാനേജർക്കെതിരെയാണ് ആരോപണം. ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് മുതൽ അപവാദ പ്രചരണം നടത്തുന്ന നിലപാടാണ് ജീവനക്കാരി സ്വീകരിച്ചു വരുന്നതെന്നാണ് ആരോപണം. നിലവിലെ ഭരണസമിതി അധികാരത്തിൽ കയറിയത് മുതൽ ബാങ്കിനെതിരെ കുപ്രചരണങ്ങളുമായി ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ്. സഹകരണ വകുപ്പിലേക്ക് നിരവധി പരാതികൾ ജീവനക്കാരി അയച്ചിരുന്നു. ഇതേ തുടർന്ന് വകുപ്പ് തലത്തിൽ നിരവധി പരിശോധനകളും നടന്നു. ജോയിന്റ് രജിസ്ട്രാറുടെ പരിശോധനയിൽ ഒരു വിധത്തിലുമുള്ള ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജീവനക്കാരി കൊടുത്ത പരാതികൾ കള്ളമാണെന്ന് ഇതോടെ ബോധ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം സ്ഥാപനത്തിലെത്തുന്ന സഹകാരികളുടെ ശത്രുതാ മനോഭാവത്തിലാണ് ജീവനക്കാരി ഇടപെടുന്നതെന്നാണ് പരാതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം ആ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാരാദ്യം തന്നെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ആകുന്നത്ര പരിശ്രമം നടത്തുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു മികവുറ്റ നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവും അശ്രാന്ത പരിശ്രമവും ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ല. കാരണം അവിടുത്തെ ഭരണസമിതിയോ മറ്റ് ജീവനക്കാരോ ഒരുവിധ ക്രമക്കേട് കാണിക്കില്ല എന്ന ഉത്തമ വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ സമൂഹത്തിൽ വന്നിട്ട് പോലും അത് ഗൗരവതരമായി എടുക്കാതെ ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാതെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഭരണസമിതിയെ സംബന്ധിച്ചും ബാങ്കിലെ ജീവനക്കാരെ സംബന്ധിച്ചുമുള്ള ഒരു മികവുറ്റ മെച്ചപ്പെട്ട അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് മുഖവിലയ്ക്ക് പോലും എടുക്കാതെ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അവസ്ഥയെല്ലാം എത്ര പ്രചരിപ്പിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആശങ്കയില്ല. മടി കനമുണ്ടെങ്കിൽ വഴി പേടിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയുടെ പോലും ആക്ഷേപം ചൂണ്ടിക്കാണിക്കാൻ ആര് പരിശോധിച്ചാലും കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും വലിയ ഉത്കണ്ഠയൊന്നും ഇല്ല. പക്ഷേ ഒരു സഹകരണ മേഖലയ്ക്ക് ഭൂഷണമല്ലാത്ത യോജിക്കാത്ത തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ബാധ്യതയാണ്. ഇവർ ഉന്നയിച്ചിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടും സാമ്പത്തികമായ ഇടപാടുകൾ സംബന്ധിച്ചുമെല്ലാം പരിശോധന വളരെ കൃത്യമായ പരിശോധന തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പരിശോധനയിലൊന്നും ഒരുവിധ ന്യൂനതകളും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനത്തെ തകർക്കുന്നതിനും കളങ്കപ്പെടുത്തുന്നതിനും പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ചട്ടുകമായി ജീവനക്കാരി പ്രവർത്തിക്കുന്നതായാണ് ആരോപണം. നിരവധി തവണ ഇവർക്ക് മുന്നറിയിപ്പുകൾ നൽകുകയും തെറ്റുകൾ തിരുത്തുന്നതിന് അവസരം നൽകുകയും ചെയ്തതാണ്. എന്നാൽ തെറ്റുതിരുത്താൻ തയ്യാറാകാതെ ആവർത്തിച്ച് ബാങ്കിനെ കളങ്കപ്പെടുത്തി തകർക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നും ഭരണസമിതി വ്യക്തമാക്കി. ബാങ്ക് പ്രസിഡന്റ് VP ചാക്കോ, വൈസ് പ്രസിഡന്റ് ഷാജി ഇരട്ടച്ചുറ, ഭരണസമിതി അംഗങ്ങളായ MS രാജു, OS സജി, VK ഷാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.